അസ്സലാമു അലൈക്കും ഹായ് ഓൾ. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഫുഡ് വേസ്റ്റ് വെച്ചിട്ട് നല്ലൊരു കമ്പോസ്റ്റ് വളം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. 2-3 ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കൊടുക്കണം എന്നുള്ളത്. അതുകൊണ്ടാട്ടോ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ എന്താണ്, കുറച്ച് ദിവസമായിട്ടുള്ള എൻ്റെ ഫുഡ് വേസ്റ്റാണ് ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ശ്രദ്ധിക്കേണ്ട കേട്ടോ, നല്ല കമ്പോസ്റ്റ് വളമായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വേസ്റ്റ് ഇട്ടതിൻ്റെ മേലെ, തലേ ദിവസം ഇട്ട വേസ്റ്റാണ്, അതിൻ്റെ മേലെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചകിരിച്ചോറില്ലേ അത് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇട്ടതിന് ശേഷം ഇന്നത്തെ എൻ്റെ വേസ്റ്റ് ഇതേപോലെ ഇതിൻ്റെ മേലെ കൊട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ. ഇനിയിപ്പം നമ്മൾ ഇതിൻ്റെ മേലെ ചകിരിച്ചോറ് ഇടേണ്ട ആവശ്യമില്ല, കവർ ചെയ്ത് വെക്കാം. ഞാൻ ഇതേപോലെ നെറ്റ് കൊണ്ടാണ് കവർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് വായു കടക്കാൻ പാത്രത്തിലുള്ള പാത്രം കൊണ്ട് നമ്മൾ കവർ ചെയ്യുക. പിന്നെ ഇതിൻ്റെ മേലെ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്, കാരണം നമുക്ക് ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉറുമ്പ് വന്നാൽ പിന്നെ ആകെ മൊത്തം കൊള്ളാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു കമ്പോസ്റ്റ് ഉറുമ്പ് വരാതെ സൂക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ ഞാനൊരു പൊട്ടിയ സ്റ്റൂൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഒരു മൂടി വെച്ച് അതിൻ്റെ മേലെ ഒരു പാത്രം വെച്ച് ഇങ്ങനെയാണ് ഞാൻ കമ്പോസ്റ്റ് ചെയ്തെടുക്കുന്നത്. കുറച്ച് ഹൈറ്റിൽ നമ്മൾ നായൊന്നും പിന്നെ മറിച്ചിടാൻ പറ്റാത്ത സ്ഥലം. പിന്നെ മെയിനായിട്ട് ഒട്ടും നനയാൻ പാടില്ല. നമ്മളെ ഈ ഒരു ഫുഡ് വേസ്റ്റ് ഇട്ട് വെക്കുന്ന പാത്രത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പാത്രം കിച്ചണിൽ വെച്ച് അതിലാണ് ഫുഡ് വേസ്റ്റ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മൾ കിച്ചണിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡ് വേസ്റ്റിൽ നമ്മൾ ഒരു തുള്ളി വെള്ളം ആക്കാൻ പാടില്ല. വെള്ളം ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ടായാലും നമുക്ക് നല്ലപോലെ ഡ്രൈ ആയിട്ട് നല്ലൊരു കമ്പോസ്റ്റായി കിട്ടുള്ളൂ. അങ്ങനെ പച്ചക്കറി വേസ്റ്റ് ആയാലും നമ്മൾ ഇറച്ചി മീൻ ഒക്കെ കഴുകിയാലൊക്കെ നമുക്ക് വേസ്റ്റ് വരില്ല. അതെല്ലാം ഡ്രൈ ആയിട്ട് പിഴിഞ്ഞെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനേ. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല, അത് മാത്രം ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഉറുമ്പ് വരാൻ പാടില്ല, മഴ കൊള്ളുന്ന സ്ഥലത്ത് വെക്കാൻ പാടില്ല. വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ, മഴയൊന്നും കൊള്ളാത്തൊരു സൈഡിൽ വെക്കുക. അത്യാവശ്യം സൂര്യപ്രകാശമെല്ലാം കിട്ടുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ ഈ മൂടിയിൽ രാവിലെയും വൈകുന്നേരം ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉറുമ്പിൻ്റെ പൊടിയെല്ലാം ഇട്ട് കൊടുക്കേണ്ടി വരും, കാരണം ഉറുമ്പ് വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് നിർബന്ധമുള്ളൊരു കാര്യം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഈ ഒരു പാത്രത്തിൽ നിങ്ങൾ കാണില്ലേ കംപ്ലീറ്റ് ആയിട്ട് വളമായിട്ടുണ്ട്. വളമല്ല, വേസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ച് ഇതിനെ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ അടുത്ത പാത്രത്തിലേക്ക് നമ്മളിടും. ഇതൊരു 15 ദിവസം കഴിഞ്ഞാൽ നല്ല കമ്പോസ്റ്റ് വളമായിട്ട് വരുള്ളൂ. അതുവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 2 ദിവസം കൂടുമ്പോൾ ഒന്നത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ മിക്സ് ചെയ്യുന്ന വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് പോയിട്ടുണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചത് എങ്ങനെയാണ് അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നതല്ല. ഒന്നുമില്ല, ഒരു വടിക്കഷ്ണം അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി, വായു സഞ്ചാരം കിടക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് അടുത്ത ബക്കറ്റ് വെച്ചിട്ട് അതിലേക്ക് ഞാൻ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മൂടി വെക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ചകിരിച്ചോറ് ഇടുന്നില്ല കേട്ടോ. ഫസ്റ്റ് ബക്കറ്റിലിടുമ്പോൾ ഒരു 3 ദിവസം വേസ്റ്റ് കൊട്ടിയതിന് ശേഷം ഞാൻ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുകയുള്ളൂ. നിങ്ങൾക്ക് നായ്ക്കളെ ശല്യം നല്ലോണം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്മെല്ല് കൊണ്ട് നായ്ക്കൾ വരും. അപ്പം നിങ്ങൾ ചകിരിച്ചോറ് അന്നന്ന് ഇട്ടോളെ. പിന്നെ ഈ ഒരു ബക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്ര ഹൈറ്റുള്ള ബക്കറ്റ് എടുത്താലുള്ള പ്രശ്നം നമുക്ക് ഇളക്കി കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കട്ടെ. ആഴത്തിൽ പോയിട്ട് ഇളക്കാൻ ഏറ്റവും നല്ല പാത്രം ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ളതാണ് നമുക്ക് വേസ്റ്റ് ആക്കിയെടുക്കാൻ കേട്ടോ. കണ്ടില്ല, ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വളം തന്നെയാണ്. ഇങ്ങനെ ആയി മാറും. അത് നമുക്ക് ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല അടിപൊളി വളമായിട്ട് വന്നിട്ടുണ്ടാവും. നമുക്ക് എല്ലാത്തിൻ്റെ മെരട് കൊണ്ടുപോയി ഇട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ അതുമല്ല, ഇനിയിപ്പോൾ നമ്മളിത് ചെടികളും കാര്യങ്ങളും കൃഷി ഒന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ മണ്ണിലേക്ക് അത് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അതുമല്ല, ഇനിയിപ്പോൾ സ്ഥലമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്കിത് പാക്ക് ചെയ്തിട്ട് വളം വാങ്ങിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ ഇന്നുണ്ട്. നല്ലൊരു ബിസിനസ് ആക്കാമെന്നും പറയുന്നുണ്ട്. അതിനെല്ലാം കുറച്ച് ട്രിക്കുകൾ ഇനിയും ഉണ്ട് നമ്മൾ ചെയ്യാൻ. ബിസിനസ് പരമായിട്ട് നമ്മൾ വളം കമ്പോസ്റ്റ് ചെയ്ത് പാക്ക് ചെയ്ത് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇത് വിൽക്കുന്നുമുണ്ട്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ സ്ഥലപരിമിതികളുള്ള ആൾക്കാരാണെങ്കിൽ, ഫ്ലാറ്റിൽ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ കൃഷിയൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. എന്തായാലും ഒരു വീട്ടിലൊരു അടുക്കളത്തോട്ടം ഏറ്റവും നല്ലതാണ്. ഈ ഒരു വേസ്റ്റ് വെച്ച് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്കിപ്പോൾ ഇഷ്ടംപോലെ വിളവെടുപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും ജോലികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, കിച്ചണെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞ്. ഇനിയിപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, എപ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ആരും ഇത് അനുകരിക്കാൻ പാടില്ല. കാരണം ഞാൻ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നുള്ളത് പിന്നെ ഇതിന് മുമ്പേ കുറച്ച് ദിവസം ഞാനത് മാറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഇപ്പോൾ ആ ഒരു ഹാബിറ്റ് എനിക്ക് വന്നു പെട്ടിട്ടുണ്ട്. ഓരോ ജോലി കഴിയുമ്പോൾ വിചാരിക്കും അടുത്ത ജോലി കഴിയട്ടെ, കിച്ചൺ ക്ലീൻ ചെയ്ത് കഴിയട്ടെ, തുടച്ച് കഴിയട്ടെ, എന്നിട്ട് കഴിക്കുക എന്നുള്ള ഇങ്ങനെ നീണ്ടുപോകും. കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ ഇടിയപ്പം എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എനിക്കുള്ളത് ഞാൻ ഇങ്ങനെയാണ് ഇടിയപ്പം ചുട്ടെടുത്തത്. നിങ്ങളെങ്ങനെയാണ്, ചെറുങ്ങനെയോ കുഞ്ഞു കുഞ്ഞായിട്ട് ഇഡ്ഡലി തട്ടിലാണ് ചുട്ടെടുക്കൽ, അല്ലെങ്കിൽ ഇതേപോലെ വലുപ്പത്തിലാണ് ചുട്ടെടുക്കുക? ഞാനിപ്പം വലുപ്പത്തിലാണ് ചുട്ടെടുക്കൽ. ആൾക്കാർക്ക് ഓരോന്ന് വെച്ചിട്ട് എണ്ണി ചുട്ട പെട്ടെന്ന് പരിപാടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞു കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ നമുക്ക് കുറേ സമയം എടുക്കും. ആ ഇടിയപ്പം വീശി കുഞ്ഞായിട്ട് ചുട്ടെടുക്കും. ഇത് ഒരാൾ 2-3 എണ്ണം കഴിക്കുന്നതിന് പകരം ഒന്ന് കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. പക്ഷേ നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് കിട്ടുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾ പിന്നെ ഈ ഒരു രീതിയിൽ ചുടുന്നില്ല വെലിങ്ങനെ തന്നെ ചുട്ട് നോക്കിക്കോ, പെട്ടെന്ന് എളുപ്പത്തിൽ കൈ തരും. ഇടിയപ്പം വീശാന്ന് പറഞ്ഞാൽ കുറച്ച് മെനക്കെട്ട പണിയല്ലേ. എനിക്കാണ് ഈ ഇടിയപ്പം ചിക്കൻ കൂർമയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം. അപ്പോൾ എല്ലാ ജോലിയും കഴിഞ്ഞ് ആസ്വദിച്ച് കഴിക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഒട്ടും ഹെൽത്തി അല്ല ഇത്, ഇങ്ങനെ ആരും കഴിക്കാൻ പാടില്ല. കാരണം ഒരു 8-9 മണീൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ രാവിലെ കഴിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ഇടിയപ്പം ചിക്കൻ കുറുമ ഇങ്ങനെ കുഴച്ച് തിന്നാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനിത് കുറച്ച് ആസ്വദിച്ച് റിലാക്സ് ആയിട്ട് കഴിക്കാമല്ലോ. ജോലി തിരക്കിൻ്റെ ഇടയിലാകുമ്പോൾ ഓടത്തെല്ലാം ചെയ്യണമല്ലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ.